ആരാണ് ഈ രണ്ട് മുകളുള്ള ആളുകൾ? എന്താ രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ? ഇവിടെ കാണുമ്പോൾ ചിരിക്കും, അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയും. ഒരാളെ നേരിട്ട് കാണുമ്പോൾ ചിരിക്കും, അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയും. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, മൻ കാന ലഹു വജ്ഹാനി ഫി ദുനിയ, ഒരു മനുഷ്യന് ദുനിയാവിൽ രണ്ട് മുഖം ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യന് ദുനിയാവിൽ രണ്ട് മുഖം ഉണ്ടെങ്കിൽ, കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിൻ നാർ, അവൻക്ക് ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള രണ്ട് നാവുകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മളിതിലുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രത്യക്ഷത്തിലൊരു മുഖം, സ്വകാര്യതയിൽ വേറൊരു മുഖം. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുന്നു, അയാളോട് സ്നേഹം കാണിക്കുന്നു, അയാളോട് സൗഹൃദം പങ്കിടുന്നു. അപ്പുറത്ത് പോയിട്ട് ഇതേ മനുഷ്യന്റെ കുറ്റം നമ്മൾ പറയുന്നു, ഇതേ മനുഷ്യന്റെ ഗീബത്തിന് നമീമത്ത് നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മുഖമുണ്ട്. ആ രണ്ട് മുഖം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുനാഫിക്കുകളിൽപ്പെട്ടവരാണ്, നമ്മൾ സ്വർഗാവകാശികളിൽപ്പെട്ടവരല്ല. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ശപിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ. അതാണ് നിഫാഖ്, കപടത ഉണ്ടാവാൻ പാടില്ല. ഇത് മുനാഫിക്കിന്റെ അടയാളം. നമീമത്ത് പറഞ്ഞെടുക്കുക. എന്താ നമീമത്ത് പറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ? എന്താ ഈ നമീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ എന്താ? ഗീബത്ത് പറഞ്ഞ കുറ്റം പറയാം. ഒരാളുടെ കുറ്റം അയാളുടെ അസാന്നിധ്യത്തിൽ വെച്ച് മറ്റാളോട് ഇങ്ങനെ പറയാം. അതാണ് കുറ്റം പറയുന്നത്. അവനെ അറിയാലോ, അവന് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് പറയാം. ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് നമീമത്ത്. എന്താ നമീമത്ത് പറഞ്ഞാൽ? ഫിത്ന ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഒരാൾ പറഞ്ഞ കാര്യത്തെ മറ്റൊരാളോട് പറയാം. ഇതാണ് നമീമത്ത്. ഫിത്ന ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഒരാൾ പറഞ്ഞ കാര്യത്തെ മറ്റൊരാളോട് പറയുക, ഇതാണ് നമീമത്ത്. നമ്മൾ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇന്ന ആള് ഇന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം അയാൾക്ക് ഈ വിഷയം പറയേണ്ട ആവശ്യം എന്തേനു, അപ്പം അയാൾ ഇത് പറയേണ്ട അടുത്തതാണ്. അപ്പം ചോദിക്കണമല്ലോ, ചോദിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, കാരണം അത് ഇന്നതാണല്ലോ വിഷയം. ഇതിനാണ് നമീമത്ത് എന്ന് പറയാ. ഈ സ്വഭാവം നമുക്കുണ്ടോ? നമുക്കുണ്ടെങ്കിൽ അള്ളാന്റെ കോടതിയിൽ കേസിലായി പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഗീബത്തും നമീമത്തും നരകത്തിലാണ്. അത് രണ്ടും ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് കൂടൂല. അപ്പോൾ ഗീബത്തും നമീമത്തുള്ള ആൾ മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് തന്നെ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മൾ മുനാഫിഖ് ആണോ അല്ലയോ എന്ന് ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മുടെ ശരീരത്തിൽ ഈ സ്വഭാവം, നമ്മുടെ മനസ്സിൽ ഈ സ്വഭാവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഹൃദയത്തിലൊന്ന് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക.